നമസ്കാരം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിൽ നിന്നും പടിയിറങ്ങിയ CPM തട്ടകത്തിലെത്തിയ ഡോക്ടർ പി സരിനും പ്രതിപക്ഷ നേതാവ് VD സതീശനും പാലക്കാട് MP VK ശ്രീകണ്ഠനും ചേർന്ന് നടത്തിയ രാഷ്ട്രീയ കളികളിൽ അധികാരമോഹിയായ കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരെ സംബന്ധിച്ച് ഇപ്പോൾ UDFന് തന്നെ വലിയ തലവേദനയാണ് ഓരോ ദിവസം ചെല്ലുമ്പോഴും സന്ദീപ് വാര്യർ UDFിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. VDയും സതീശനും തമ്മിൽ, അതായത് VDയും ഇപ്പോൾ സന്ദീപ് വാര്യരും തമ്മിൽ അടി തുടങ്ങിക്കഴിഞ്ഞു. എല്ലാം ഉറപ്പിച്ചിട്ടാണ് സരിൻ ചാടിയതെങ്കിൽ സന്ദീപിന് വെറും വാഗ്ദാനം മാത്രമാണ് UDF നൽകിയത്. BJPയിൽ സന്ദീപ് വാര്യർ കാണിച്ചു കൂട്ടിയ അതേ പ്രശ്നം തന്നെയാണ് വാര്യർ കോൺഗ്രസിലും കാണിച്ചു തുടങ്ങിയത്. നേതാക്കളെ തമ്മിൽ തല്ലിക്കുന്ന പരിപാടിയാണ് സന്ദീപ് ഇപ്പോൾ UDFിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ആദ്യപടിയാണ് കോൺഗ്രസിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ചെന്നിത്തലയും സുധാകരനും VD സതീശനും KC വേണുഗോപാലും അടക്കം അടി തുടങ്ങിയത്. കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത തൃത്താല സീറ്റും അതോടൊപ്പം തന്നെ KPCC വക്താവ് കസേരയുമാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്രയും മാസമായിട്ടും വാര്യർക്ക് പദവി നൽകാത്തത് കൊണ്ട് തന്നെ കോൺഗ്രസിനെ തകർക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് സന്ദീപ് വാര്യർ. ഒരു സൈക്കോയെ പോലെയാണ് വാര്യർ കോൺഗ്രസിൽ ഓരോ ദിവസവും പെരുമാറുന്നത്. BJPക്കാർ വരെ ഇപ്പോൾ സന്ദീപിനെ ട്രോളുന്നുണ്ട്. വാര്യർ ഓരോ ദിവസവും പാർട്ടിക്ക് തന്നെ തലവേദനയായിക്കൊണ്ടിരിക്കുകയാണ്. UDFിലെ മുതിർന്ന നേതാക്കളാണ് പറഞ്ഞത് വാര്യരെ കൊണ്ടുവരുന്നതെന്ന്. പക്ഷേ സതീശന്റെ ഒറ്റ നിർബന്ധ പ്രകാരമാണ് വാര്യരെ കൂട്ടി VD സതീശൻ കോൺഗ്രസിലേക്ക് എത്തിച്ചത്. കാരണം സതീശന് വ്യക്തി നേട്ടം ഉണ്ടാകുന്നത് സതീശൻ ചെയ്യാറുള്ളൂ. പാർട്ടിക്ക് വേണ്ടി ഇന്ന് വരെ സതീശൻ ഒന്നും ചെയ്തിട്ടുമില്ല. അധികാരമോഹികളും അവസരവാദികളും ഒക്കെ ആവോളമുള്ള കോൺഗ്രസിൽ പൊട്ടിത്തെറികളും ഉരുൾപൊട്ടലുമൊക്കെ പതിവ് കലാപരിപാടികൾ മാത്രമാണ്. അങ്ങനെ ഒരു കലാപരിപാടിയുടെ ആദ്യ ബെല്ല് ഇതാ ഒഴുകിക്കഴിഞ്ഞിരിക്കുകയാണ്. സന്ദീപ് വാര്യരെ KPCC ജനറൽ സെക്രട്ടറി ആക്കാനുള്ള വാഗ്ദാനം പാർട്ടി നേതൃത്വം തത്വത്തിൽ കൈകൊണ്ടതോടെ പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള പലരും ജില്ലാ സെക്രട്ടറി പോയിട്ട് മണ്ഡലം സെക്രട്ടറി പോലും ആകാൻ കഴിയാതെ നിൽക്കുമ്പോൾ ഇന്നലെ മാത്രം വന്ന സന്ദീപ് വാര്യരെ ഇത്രയും ഉന്നതമായ ഒരു പദവിയിൽ, അത് അത്രയും ഒരു ഹൈ പവർ പൊസിഷനിൽ അവരോധിക്കുന്നതിനെ കുറിച്ചുള്ള അമർഷം അണപൊട്ടിയിരിക്കുകയാണ്. വാര്യർ ഒരുമാതിരി വർഷങ്ങളായി പ്രവർത്തിക്കുന്ന നേതാക്കളെ കുഞ്ഞിന് കുത്തുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണിച്ചത്. വാര്യരെ ശിഖണ്ഡിയായിട്ട് മുന്നിൽ നിർത്തിയാണ് പാലക്കാട് വിജയം നേടിയില്ലെങ്കിൽ സതീശന് 2026 ക്ലിഫ് ഹൗസ് വാസം സ്വപ്നം മാത്രമായി അവശേഷിക്കുമെന്ന് മറ്റാരേക്കാളും നന്നായി അറിയാവുന്നത് VD സതീശന് തന്നെയാണ്. അതേസമയം സന്ദീപ് വാര്യർ എന്ന പഴയ BJPക്കാരൻ കോൺഗ്രസിന് വലിയ തലവേദനയായി മാറുന്നുവെന്നാണ് പൊതുവെയുള്ള സംസാരം. അതിൽ പ്രധാനം കോൺഗ്രസുമായും UDFുമായും അടുപ്പം പുലർത്തുന്ന മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് വാര്യർ ആട്ടിൻ തോലിട്ട ചെന്നായിയാണ്. BJPക്ക് വേണ്ടി അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനും VV രാജേഷും ഒക്കെ മൂർച്ചയുള്ള, അതായത് നാവിന് മൂർച്ചയുള്ള പലരും ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാറുണ്ടെങ്കിലും സന്ദീപ് വാര്യരെ പോലെ അവരാരും തന്നെ മുസ്ലിം സമുദായത്തിനെതിരെ വിഷം തുപ്പിയിട്ടില്ല എന്നതാണ് പൊതുവെയുള്ള സംസാരം. അങ്ങനെ ഒരു വ്യക്തിയെ ഒരു ദിവ്യനെ പോലെ ചുമന്ന് നടന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് കോൺഗ്രസിനും UDFിനും വലിയ രീതിയിൽ ദോഷം ചെയ്യുമെന്ന് തന്നെയാണ് സംസാരം. അതുകൊണ്ട് തന്നെയാണ് വാര്യരെ ഏതെങ്കിലും രീതിയിൽ പറഞ്ഞ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ നേതാക്കൾ ഇപ്പോൾ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. പുതിയതായി പാർട്ടിയിലേക്ക് കടന്നു വന്ന സന്ദീപ് വാര്യരെ KPCC ജനറൽ സെക്രട്ടറി ആക്കുമെന്നും ഒറ്റപ്പാലം നിയമസഭാ സീറ്റിൽ മത്സരിപ്പിക്കുമെന്നുള്ള വാർത്ത കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായിക്കഴിഞ്ഞു. BJP വക്താവായി ചാനലുകളിൽ ഇരുന്ന് രാഹുൽ ഗാന്ധിയെ വരെ മ്ലേച്ഛമായ പദങ്ങൾ ഉപയോഗിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ള സന്ദീപിനെ അമിതമായി തലയിൽ കയറ്റി വെച്ചാലോ അമിതമായി ഉയർത്തിയതിനെതിരെ പാർട്ടിയിലെ വലിയൊരു ഭാഗം അമർഷത്തിലാണ്. ഇത്രയും നാളും പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച തങ്ങളെ ഒഴിവാക്കി സന്ദീപ് വാര്യരെ ജനറൽ സെക്രട്ടറി ആക്കിയാൽ പലരും കോൺഗ്രസിൽ നിന്നും അടുത്ത തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ മാറിപ്പോകും എന്നത്, അതായത് BJPയിലേക്ക് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. BJPയുടെ സംസ്ഥാന കമ്മിറ്റിയിലെ ഒരു അംഗമായ വാര്യരെ KPCCയുടെ 22 അംഗ ഭരണസമിതിയിൽ ഉൾപ്പെടുത്തുന്നതിനെതിരെ ന്യായമായ ചോദ്യവും തുടങ്ങിക്കഴിഞ്ഞു. മുസ്ലിം സമുദായത്തെയൊക്കെ രൂക്ഷമായ ചാനലിൽ ഇരുന്ന് തെറി വിളിക്കുന്ന രീതി വരെ സന്ദീപ് വാര്യർ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യരെ കൂട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയാൽ അത് UDFിന് തന്നെ ദോഷം ചെയ്യും. പാലക്കാട് എന്തുകൊണ്ടാണ് UDFിന് ദോഷം ചെയ്യാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളത് കൊണ്ടാണ് അവിടെ UDF വലിയ രീതിയിൽ ഒന്നും സംഭവിക്കാതെ തട്ടിമുട്ടിയൊക്കെ പോയത്. അതുകൊണ്ട് തന്നെയാണ് സന്ദീപ് വാര്യരെ പാർട്ടിയിൽ നിന്ന് തന്നെ എടുത്ത് പുറത്തേക്ക് എറിയാൻ, വലിയൊരു തലവേദന ആയതുകൊണ്ട് തന്നെ പുറത്തേക്ക് എറിയാൻ ഒരു അണിയറ നീക്കങ്ങൾ ഇപ്പോൾ കോൺഗ്രസിൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞത്.